ബഹുമാനായ ഷഹൻഷാ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടകൻ ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് എം പി, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഷഹൻഷാ ഫെസ്റ്റിൻ്റെ കോർഡിനേറ്റർ ശ്രീ അൻവർ ഹുസൈൻ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറി ശ്രീ NVCP, ഇവിടെ അനുമോദന പ്രസംഗം നടത്തുവാനെത്തിയിട്ടുള്ള ബഹുമാന്യനായ ശ്രീ TR സോമൻ, ലൈബ്രറി കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗം ശ്രീ TR സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ A ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിജോ ജോർജ്, ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ശ്രീ M മധു, ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ടോണി കുര്യാക്കോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജീന അനിൽ, പുതുപ്പരിയാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മാത്യു, ഈ ഷഹൻഷാ ക്ലബിൻ്റെ പ്രസിഡന്റ്, ഈ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ തോമസ് ജോൺ, ഇതിൻ്റെ സംഘാടക ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ AK നിസാർ, കൺവീനർ VP പ്രദീപ്, ശ്രീ KU ജിനു, പ്രോഗ്രാം കോർഡിനേറ്റർ അൻവർ ഹുസൈൻ അടക്കമുള്ള ഈ വേദിയിലെ ബഹുമാന്യരെ, അച്ചടി ദൃശ്യമാധ്യമ അവാർഡ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേരുന്ന പ്രതിഭകളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അതിന് കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമ്പട്ടിയിൽ ഒരു പറ്റ യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷഹൻഷാ എന്ന സംഘടന, സാംസ്കാരിക സംഘടന, അതിൻ്റെ സമസ്ത മേഖലകളിലും അവർ നടത്തിയിട്ടുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ട് 2025 ഷഹൻഷാ ഫെസ്റ്റ് 2025 എന്ന പേരിൽ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുക. ഈ സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ റിപ്പോർട്ടിൽ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. കലാ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കമുള്ള സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവരുടെ ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുവാനും ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ സായം സന്ധ്യയ്ക്ക് കളമൊരുക്കുവാനും ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്കറിയാം, രാവിലെ മുതൽ വിവിധങ്ങളായ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്കും, കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ സമസ്ത വിഭാഗം ജനങ്ങൾക്കുമൊക്കെ ആനന്ദം പകരുന്ന തരത്തിൽ ആവശ്യമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ സംവിധാനം, ഈ സംഘടന ഇന്നിത്തരത്തിലുള്ള ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു വലിയ എഫർട്ട്, വലിയ അധ്വാനമുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അനുദിനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപറ്റം ചെറുപ്പക്കാർ അവരുടെ ഒരു വലിയ കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ഈ ഗ്രാമത്തെ ഇത്ര മനോഹരമായ രീതിയിലുള്ളൊരു സായാഹ്നമാക്കി മാറ്റുവാൻ കഴിഞ്ഞത്. അത് ഞാൻ അവരെ അഭിനന്ദിക്കുക. വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ മത്സരങ്ങൾ കഴിഞ്ഞ് പൊതുസമ്മേളനം ആരംഭിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന സമയത്ത് ബഹുമാന്യനായ MP അദ്ദേഹത്തിന് അത്യാവശ്യമായി എറണാകുളം പോകേണ്ടതുള്ളതുകൊണ്ട് ഇവിടെ കടന്നു വരികയും അദ്ദേഹം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. തുടർന്ന് വിവിധങ്ങളായ മത്സര പരിപാടികൾ നടന്നതിന് ശേഷമാണ് ഈ സാംസ്കാരിക സമ്മേളനം ഇപ്പോൾ തുടരുന്നത്. ഇവിടെ നിരവധി കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ കസേരകൾ ഏതാനും നിമിഷങ്ങൾക്കകം നിറഞ്ഞു കവിയും.
കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന മറ്റ് കലാസന്ധ്യയും ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ശരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആനന്ദം പകരുന്നത്. സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും കൂടുതൽ ആളുകൾക്ക് ആനന്ദം പകരുന്ന ഗാനമേള പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുവാനൊക്കെ ഇതിൻ്റെ സംഘാടകർ വലിയ തീവ്രമായ ഒരു ശ്രമം ഇതിന് പിന്നിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 10 മണിക്ക് ശേഷമൊന്നും നമുക്ക് മൈക്ക് ഉപയോഗിച്ചുള്ള ആഘോഷങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ആ സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മത്സര പരിപാടികളൊക്കെ നേരത്തെ കാലം കൂട്ടി പൂർത്തിയാക്കി മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ആ സമ്മേളനത്തിലും ഇനിയും നിരവധിയായ പരിപാടികൾ ഇവിടെ നടക്കുവാനുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ 5-ാം വാർഡിലെ ഷൈമി സലിയയും രാധികയെയും ഈ ചടങ്ങിൽ വെച്ച് ഈ ഷഹൻഷായുടെ ഒരു അനുമോദനം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ ദാസ് തൊടുപുഴ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ സമ്മേളന നഗർ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അച്ചടി ദൃശ്യമാധ്യമ അവാർഡ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തലങ്ങളിൽ വിജയികളായിട്ടുള്ള, ആ തലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്ന ആ മഹത്തായ ചടങ്ങ് കൂടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പരിപാടികളെ കോർത്തിണക്കി മനോഹരമാക്കി ഈ അങ്കംവെട്ടിയെ ഇത്രയേറെ ജനസാഗരം ഒന്നിച്ച് അണിനിരത്തുവാൻ കഴിയുന്ന ഒരു സംരംഭമായി ഈ ഷഹൻഷാ 2000 ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ദീർഘമായൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. നിരവധിയായ ആളുകൾ ഈ ഗാനമേളയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആഘോഷ പരിപാടികളിലേക്ക് എത്തിച്ചേരും എന്ന് കരുതുകയാണ്. ഇതിന് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഷഹൻഷയുടെ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് വിവിധ തലങ്ങളിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെയും ഒക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ 2025 പുതിയൊരു വർഷത്തിലേക്ക് കടന്നപ്പോൾ അത് മറ്റൊരു ആഘോഷവുമായി ഷഹൻഷാ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു നല്ല ഒരു പുതിയ വർഷം 2025 സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഒട്ടേറെ നന്മ തിന്മകൾ കടന്നുപോയ ഒരു വർഷം, ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടൊരു വർഷം, ഒട്ടേറെ നല്ലത് കേൾക്കുവാൻ ഇടവന്നൊരു വർഷം, അതെല്ലാം കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുമ്പോൾ 2025 ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒരു ഐശ്വര്യപൂർണമായ ഒരു വർഷമായി നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.